വർദ്ധിച്ചുവരുന്ന ലഹരിക്കും ലഹരി ഉപയോഗത്തെ തുടർന്നുള്ള അതിക്രമങ്ങൾക്കുമെതിരെ അന്താരാഷ്ട്ര മെഡൽ ജേതാക്കളായ ഇന്ത്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റുകളുടെ നേതൃത്വത്തിൽ മാരത്തോൺ നടത്തി. കല്ലറയിൽ നിന്നും കടുത്തുരുത്തിയിലേക്ക് നടത്തിയ ലഹരി വിരുദ്ധ മാരത്തോൺ കടുത്തുരുത്തി ജനമൈത്രി പോലീസ്, കല്ലറ, മാഞ്ഞൂർ, കടുത്തുരുത്തി പഞ്ചായത്തുകൾ, വിവിധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് സംഘടിപ്പിച്ചത്. ഇന്ത്യയ്ക്കായി വിവിധ രാജ്യങ്ങളിൽ നടന്ന മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ മെഡലുകൾ നേടിയ 20ഓളം ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റുകൾ മാരത്തോണിൽ പങ്കെടുത്തു. ശ്രീലങ്കയിലും മലേഷ്യയിലും നടന്ന മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യയ്ക്കായി ജാവലിൻ ത്രോയിൽ വെങ്കല മെഡൽ നേടിയ കല്ലറ സ്വദേശിയും ലഹരിവിരുദ്ധ പ്രവർത്തകനുമായ വിനീത് പടന്നമാക്കലാണ് നേതൃത്വം നൽകിയത്. ഡ്രഗ് അരുത് എന്ന സന്ദേശവുമായിട്ടാണ് പരിപാടി നടത്തിയത്. രാവിലെ 8-ന് കല്ലറയിൽ നിന്നും ആരംഭിച്ച് കല്ലറ SBT ജംഗ്ഷൻ, പുത്തൻപള്ളി, മാൻവേട്ടം, കുറുപ്പന്തറ മാർക്കറ്റ്, കുറുപ്പന്തറ കവല, മുട്ടുചിറ എന്നീ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് 10-ന് കടുത്തുരുത്തി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ നൽകിയ സ്വീകരണ യോഗങ്ങളിൽ മോൻസ് ജോസഫ് MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പ്രസംഗിച്ചു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കടുത്തുരുത്തിയിലേക്ക് ഈ കുട്ടയോട്ടത്തിലൂടെ കടന്നു വന്ന ഇന്ത്യയുടെ ദേശീയ താരങ്ങളെയും കേരളത്തിന്റെ അഭിമാനമായ താരങ്ങളെയും എല്ലാം, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഓടിയെത്തിയ എല്ലാ പ്രിയപ്പെട്ടവരെയും കടുത്തുരുത്തി പൗരാവലിക്ക് വേണ്ടി, കടുത്തുരുത്തിലെ എല്ലാ ഒഫീഷ്യൽസിനു വേണ്ടി ഞാൻ നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ വലിയൊരു ശക്തമായ ഒരു പോരാട്ടത്തിന്റെ സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് കടുത്തുരുത്തിയുടെ മണ്ണിലൂടെ ഈ കൂട്ടയോട്ടവുമായി കടന്നു വന്നതെന്ന് പറയുന്നതിൽ അഭിമാനവും സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിൽ എത്രയോ ഇവിടെ തൊട്ടു മുമ്പ് അവതരിപ്പിച്ച നമ്മുടെ ഒരു പ്രോഗ്രാം പ്രതിഭ എന്നൊരു പ്രോഗ്രാം ഇവിടെ മനോഹരമായി അവതരിപ്പിക്കുകയുണ്ടായി. പ്രതീക്ഷ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള പ്രോഗ്രാം, ആളുകളുടെ കണ്ണു നിറയിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമായിട്ടുള്ള പ്രോഗ്രാം. മക്കളെ നമുക്ക് ലഹരിക്ക് അടിമയാകുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന മാതാപിതാക്കൾ. ഫ്ലാഷ് മോബും സൈക്ലിംഗ് താരങ്ങളുടെ പങ്കാളിത്തവും ലഹരിവിരുദ്ധ മാരത്തോണിൽ ഉണ്ടായിരുന്നു. വയനാട്ടിൽ നിന്ന് വന്ന ട്രാൻസ് വുമൺ ഷിയയും നാട്ടുകാരും മാരത്തോണിൽ പങ്കെടുത്തു. ലഹരി വിമുക്ത കേരളം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ലഹരി വിമുക്ത കേരളത്തിന് മെയിനായിട്ട് ഇതിന് പ്രാധാന്യം കൊടുക്കേണ്ടത് രക്ഷിതാക്കൾ, ടീച്ചേഴ്സാണ് എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത്. നമ്മൾ എത്ര പരിശ്രമിച്ചാലും ഇത് തിരുത്തണമെങ്കിൽ രക്ഷിതാക്കളും ടീച്ചേഴ്സുമാണ് മുൻകഴിക്കേണ്ടത്. അതേപോലെ സർക്കാരും. ഇപ്പോൾ പാഠ്യപദ്ധതി സ്കൂളുകളിൽ ഒരു പുതിയ നിയമങ്ങൾ 2000-ന് ശേഷം വന്നതുകൊണ്ട് ഇപ്പോൾ ഈ 2000-ന് ശേഷം പിറന്ന പിള്ളേരാണ് കൂടുതലായിട്ട് തെറ്റിലേക്ക് വരുന്നത്. 25 വയസ്സിന് ഇടയിലുള്ള എന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പ് നമ്മളൊക്കെ കണ്ണുരുട്ടി നോക്കിയാൽ പേടിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. മര്യാദയ്ക്ക് ടീച്ചർമാരും രക്ഷിതാക്കളൊക്കെ നമ്മളെ തുറച്ചൊന്ന് നോക്കിയാൽ പേടിക്കുന്ന കാലമായിരുന്നു. പക്ഷേ ഇപ്പം രക്ഷിതാക്കൾ ചീത്ത പറഞ്ഞാൽ, കുട്ടികളെ ചീത്ത പറഞ്ഞാലും അടിച്ചാലും കേസ്. i4a ന്യൂസ്, ഏറ്റുമാനൂർ.